ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സെത്ത് റോളൻസ് ടീമിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ സെത്ത് റോളൻസ് ടീം എന്താണ് പറഞ്ഞത് എന്ന് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് റോ എപ്പിസോഡിനെ പറ്റി പറയാം. ഇന്നത്തെ റോ എപ്പിസോഡ് നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. അതായത് എപ്പോഴത്തെയും പോലെ ഒരു നല്ല ഷോ. ഫസ്റ്റ് സെത്ത് റോളൻസ് സംസാരിക്കാൻ നോക്കുന്ന സമയത്ത് ബ്രോൺ ബ്രേക്കർ മൈക്ക് വാങ്ങിക്കൊണ്ട് ബ്രോൺ ബ്രേക്കർ ഇവിടം വരെ എത്തിയ കാര്യത്തെപ്പറ്റിയും സെത്തിന്റെ ടീമിൽ ആഡായ കാര്യത്തെപ്പറ്റിയെല്ലാം പറയുന്നുണ്ട്. അതായത് ഇതിനെല്ലാം കാരണക്കാരൻ പോൾ ഹേമൻ ആണ്. പോൾ ഹേമൻ കാരണമാണ് താൻ ഇപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. അതുപോലെ റെസൽമേനിയ മെയിൻ ഇവന്റ് മാച്ചും തനിക്ക് കിട്ടുമെന്നൊക്കെ പോൾ ഹേമൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വീണ്ടും സെത്ത് സംസാരിക്കാൻ നോക്കിയപ്പോൾ ഫാൻസ് CM പങ്ക് LA നൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാൻറ്റ് ചെയ്തു. പിന്നീട് ബ്രോൺസൺ റീഡ് മൈക്ക് വാങ്ങിക്കൊണ്ട് ബ്രോൺസൺ റീഡ് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് സെത്ത് കാരണമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആരാണ് എന്നുള്ളത് സെത്തിന് എൻ്റെ കയ്യിൽ നിന്നും 6 സുനാമി കിട്ടിയപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ടും അതെല്ലാം മറന്നുകൊണ്ട് സെത്ത് എന്നെ ടീമിലേക്ക് എടുത്തു. ഞാൻ ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ സെത്താണ്. അതുപോലെ തന്നെ ഇന്നിവർക്കുള്ള മാച്ചുകളെ പറ്റിയാണ് മെയിനായിട്ടും ഈ സെഗ്മെന്റിൽ പറഞ്ഞത്. അതായത് ജെയ് ഉസോ, പെൻറ്റ, സാമി സെയിൻ ഇവരെയെല്ലാം ഇവർ 3 പേരും ഇന്ന് അവസാനിപ്പിച്ച് വിടുമെന്ന്. അവസാനം പോൾ ഹേമൻ മൈക്ക് വാങ്ങി റോമൻ റെയിൻസിന് ഒരു വാർണിംഗ് മെസ്സേജ് പോലെ കൊടുത്തു. അതായത് റോമൻ റെയിൻസ് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ പഴയ ടീമല്ല എന്നും അതുപോലെ റോമൻ റെയിൻസിൻ്റെ ബ്ലഡ് ലൈൻ വന്നാലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും ഞങ്ങളുടെ ടീമാണ് ഇനി ഭാവി, അതുകൊണ്ട് റോമൻ വന്നാലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ റോമനെയും നൈസായിട്ട് ഇവിടെ മെൻഷൻ ചെയ്താണ് ഈ സെഗ്മെന്റ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നീട് സെത്ത് റോളൻസ് മൈക്ക് വാങ്ങി പറയുന്നുണ്ട്, ഇനി എനിക്ക് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം നിങ്ങൾ സംസാരിച്ചു എന്നൊക്കെ. അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. മെയിനായിട്ടും അവരെ 3 പേരെയും അവസാനിപ്പിക്കും. പിന്നെ ഇതുപോലെയുള്ള ഒരു മെസ്സേജും. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ജഡ്ജ്മെന്റ് ഡേ ടീമിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ റോക്സൻ പെരസിന് കൈരി സൈനുമായിട്ട് മാച്ച് ഉണ്ട്. ആ മാച്ചിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ ലിവ്മോർഗിന്റെ ഫോട്ടോയെല്ലാം അവിടെ വെച്ചതുകൊണ്ട് റക്കിയലിന് ചെറുതായിട്ട് ഇഷ്ടപ്പെടാത്തത് പോലെയും കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഫിൻ ബാലറും JD മെക്ലാനിക്കും ചേർന്ന് ഡൊമിനിക്കിന് കേക്ക് കൊടുത്തു എന്നൊക്കെ തെറ്റിദ്ധരിച്ചാണ് ഈ ഒരു സെഗ്മെന്റ് വെച്ചിട്ടുള്ളത്. അവസാനം നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് AJ സ്റ്റൈൽസ് കൊടുത്തതാണ് എന്ന്. പിന്നീട് AJ സ്റ്റൈൽസ് ഡൊമിനിക്കിനെ നൈസായി നോക്കി പോകുന്നതായിട്ടും പിന്നീട് ഡൊമിനിക്ക് ഡോക്ടർ കൊടുത്തിട്ടുള്ള ആ ഒരു ലിസ്റ്റെല്ലാം എടുത്തുകൊണ്ട് തനിക്ക് പരിക്ക് പറ്റിയേക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും AJ സ്റ്റൈൽസ് അവിടെ നിന്നും പോയി. അതിനുശേഷം വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻ റോക്സാൻ പെരസ് വേഴ്സസ് കൈരി സെയിൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചിന്റെ അവസാനത്തിൽ റെക്കൽ വന്നുകൊണ്ട് ചീറ്റ് ചെയ്യാനായിട്ടെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. എന്നാലും കൈരി സെയിൻ റോക്സാൻ പെരസിനെ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ കൈരി സെയിനാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ഇവർ 2 പേരും ചേർന്ന് കൈരി സെയിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. ശേഷം കൈരി സെയിന്റെ മുൻ ടാഗ് ടീം പാർട്ട്ണറായ ആസ്ക അവിടെ വന്നുകൊണ്ട് ഇവരെയെല്ലാം അറ്റാക്ക് ചെയ്ത് കൈരി സെയിനെ സേവ് ചെയ്തു. പിന്നീട് സാമി സെയിനെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. അപ്പോൾ സാമി സെയിൻ പറയുന്നത് തനിക്ക് പറ്റിയ പരിക്കോ അല്ലെങ്കിൽ കെരിൻ ക്രോസുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നും ഇപ്പം തൻ്റെ ശ്രദ്ധ മുഴുവൻ ബ്രോൺ ബ്രേക്കറുമായിട്ടുള്ള മാച്ചിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് സാമി സെയിൻ വേഴ്സസ് ബ്രോൺ ബ്രേക്കർ ഇവർക്ക് തമ്മിലുള്ള മാച്ചാണ് നടക്കാൻ പോയത്. എന്നാൽ മാച്ച് നടക്കുന്നതിനേക്കാൾ മുൻപായിട്ട് എൻട്രൻസിൽ വെച്ച് കെരിൻ ക്രോസ് വന്നുകൊണ്ട് സാമി സെയിനെ അറ്റാക്ക് ചെയ്തു. വീണ്ടും ആ ഒരു സ്റ്റീൽ പൈപ്പ് എല്ലാം വെച്ച് അറ്റാക്ക് ചെയ്തു. ശേഷം സാമി സെയിന് ഇഞ്ചുറി ആയതുകൊണ്ട് സെക്യൂരിറ്റീസും ആഡം പിയേഴ്സ് എല്ലാം വന്ന് ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കി. പക്ഷെ സാമി സെയിൻ മാച്ച് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റിങ്ങിലേക്ക് വന്നു. അതിനുശേഷമാണ് ബ്രോൺ ബ്രേക്കറുമായിട്ട് മാച്ച് നടന്നത്. അപ്പോൾ മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ ബ്രോൺ ബ്രേക്കർ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തുവെങ്കിലും ഒരവസരത്തിൽ സാമി സെയിൻ തിരിച്ച് അറ്റാക്ക് ചെയ്തുവെങ്കിലും കാര്യമുണ്ടായില്ല. അതായത് ജമ്പ് ചെയ്ത സമയത്ത് അങ്ങനെ തന്നെ റിവേഴ്സ് ചെയ്ത് സ്പിയർ വെച്ച് ബ്രോൺ ബ്രേക്കർ. പിന്നീട് റിങ്ങിന് പുറത്ത് കൊണ്ട് മറ്റൊരു സ്പിയറും റിങ്ങിൽ കൊണ്ടുവന്നതിന് ശേഷം 3ാമതൊരു സ്പിയറും കൊടുത്തുകൊണ്ട് ബ്രോൺ ബ്രേക്കറാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അപ്പോൾ കെരിൻ ക്രോസ് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും കെരിൻ ക്രോസ്, സാമി സെയിൻ ഇവരുടെ സ്റ്റോറി ഇപ്പോൾ വേറെ ലെവലായി പോകുന്നുണ്ട്. അതുപോലെ കെരിൻ ക്രോസ് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നോക്കാം ഈ ഒരു പിടിച്ച പിടിയിൽ നല്ല ലെവലിൽ എത്തിക്കുമോ എന്ന്. എത്തിച്ചാൽ നല്ലതാണ്. പിന്നീട് IC ചാമ്പ്യൻ ബെക്കി ലഞ്ച്, ഡെയിലി, ലൈറ വൾക്കീരിയ ഇവരുടെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇതൊരു ട്രിപ്പിൾ ത്രെഡ് മാച്ചിലേക്കാണ് പോയത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു സെഗ്മെന്റും കൊണ്ടുപോയത്. അവസാനം ഇതൊരു ട്രിപ്പിൾ ത്രെഡ് മാച്ചായിട്ട് എവല്യൂഷനിൽ കൺഫേം ചെയ്തിട്ടുണ്ട് IC ചാമ്പ്യൻഷിപ്പ്. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ലൈറ വൾക്കീരിയ ബെക്കി ലഞ്ചിനെയും ബെയിലിനെയും ഫിനിഷർ ചെയ്തുകൊണ്ട് റിങ്ങിൽ നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്.
എന്തായാലും ഇവരുടെ IC ചാമ്പ്യൻഷിപ്പ് ട്രിപ്പിൾ ത്രെഡ് മാച്ച് വേറെ ലെവലായിരിക്കും എവല്യൂഷനിൽ. അതുപോലെ തന്നെ ബാറ്റൽ റോയൽ മാച്ചും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പും നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. അതായത് ബാക്ക് സ്റ്റേജിൽ ആസ്ക ആൻഡ് കൈരി സെയിൻ ഇവർ പോയി ആഡം പിയേഴ്സിൻ്റെ അടുത്ത് അവരെയും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചിലേക്ക് ആഡ് ചെയ്യാനായിട്ടെല്ലാം പറഞ്ഞിരുന്നു. ശേഷം ആഡം പിയേഴ്സ് അവരെയും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവല്യൂഷനിൽ ഈ മാച്ച് വേറെ ലെവലാകും എന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. പിന്നീട് സെത്തിൻ്റെ ടീമിനെ വീണ്ടും ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. സാമി സൈൻ അറ്റാക്ക് ചെയ്ത് ഒഴിവാക്കിയത് കൊണ്ട് സെത്ത് സന്തോഷിക്കുന്നതായിട്ടും അതേസമയം പോൾ ഹേമൻ വന്ന് പറയുന്നുണ്ട് സാമി സൈൻ ഇനി കുറച്ച് നാളത്തേക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല, അവന് ഇഞ്ചുറി സംഭവിച്ചു എന്ന ടൈപ്പിലൊക്കെ. ഇത് കേട്ട് ബ്രോൺസൺ റീഡും സന്തോഷിക്കാൻ തുടങ്ങിയ സമയത്ത് സെത്ത് പറയുന്നുണ്ട് നീ ജെയുസോനെയും ഇതുപോലെയെല്ലാം ചെയ്യണം, അതിനുശേഷം ബാക്കിയെല്ലാം എന്നൊക്കെ. പിന്നീട് ജെയുസോ ബ്രോൺസൺ റീഡ് ഇവരുടെ സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ച് കറക്റ്റായിട്ട് നടന്നില്ല. അതായത് മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജെയുസോ ബ്രോൺസൺ റീഡിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അനൗൺസ് ടേബിളിൻ്റെ മുകളിലേക്ക് എല്ലാം ഇട്ടു. അതുപോലെ ചെയറിലും വെച്ചുകൊണ്ട് സൂപ്പർ കിക്ക് എല്ലാം കൊടുത്തു. അവസാനം ദേഷ്യം വന്ന ബ്രോൺസൺ റീഡ് ആ ഒരു ചെയർ എടുത്ത് ജെയുസോയുടെ മേലേക്ക് വലിച്ചെറിഞ്ഞതുകൊണ്ട് മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് ജെയുസോനെ ബാക്ക് ടു ബാക്ക് സുനാമി ഫിനിഷർ ചെയ്തുകൊണ്ട് ബ്രോൺസൺ റീഡ് അറ്റാക്ക് ചെയ്തു. ശേഷം സെക്യൂരിറ്റീസ് എല്ലാം വന്ന് സേവ് ചെയ്ത് ജെയുസോനെയും ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ മാച്ചിൻ്റെ റൂൾസ് പ്രകാരം ജെയുസോയാണ് ഈ മാച്ച് വിൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് എൽ ഗ്രാൻഡ് അമേരിക്കാനോ വേഴ്സസ് ഡ്രാഗൺ ലീ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മാച്ചിൽ എപ്പോഴത്തെയും പോലെ തന്നെ ആ ഒരു മെറ്റൽ പ്ലേറ്റ് മാസ്കിനുള്ളിൽ ഒളിച്ചു വെച്ചുകൊണ്ട് എൽ ഗ്രാൻഡ് അമേരിക്കാനെയാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അപ്പോൾ അത് 1-2 മെയിൻ മാച്ചിലൊക്കെ ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു. പക്ഷേ ഇങ്ങനെ എല്ലാ മാച്ചിലും ചെയ്യുമ്പോൾ അതൊട്ടും സെറ്റാവുന്നില്ല. പിന്നീട് ബാക്ക് സ്റ്റേജിൽ പെൻഡ സെത്ത് റോളൻസുമായിട്ടുള്ള മാച്ചിന് റെഡിയാകുമ്പോൾ പോൾ ഹേമൻ ബ്രോൺ ബ്രേക്കർ പോയി ഭീഷണിപ്പെടുത്താൻ നോക്കുന്നതായിട്ട് കാണിച്ചു. പക്ഷെ അതങ്ങ് ഒത്തില്ല. പെൻഡ സെത്തുമായിട്ടുള്ള മാച്ചിന് റെഡിയായി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. അതിനുശേഷം WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഗന്ധറിൻ്റെ സെഗ്മെൻറ്റ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഗന്ധർ വന്ന് സംസാരിക്കാൻ നോക്കിയ സമയത്ത്, അതായത് ഗോൾഡ്ബർഗിനെ പറ്റി പറയാൻ തുടങ്ങിയ സമയത്ത് ഒരു കാറ് വരുന്നതായിട്ടും അതിൽ ഗോൾഡ്ബർഗ് വന്നുകൊണ്ട് ഒരു അടിപൊളി എൻട്രൻസ് കാണിച്ചിരുന്നു. അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നീട് റിങ്ങിലേക്ക് വന്നതിന് ശേഷം സംസാരമൊന്നുമില്ല. ഗന്ധറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. എന്നിട്ട് സ്പിയർ ചെയ്യാൻ നോക്കുമ്പോഴേക്കും ഗന്ധർ റിങ് വിട്ട് എസ്കേപ്പ് ആകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നോക്കാം സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ ഇവരുടെ മാച്ച് എങ്ങനെ പോകുമെന്ന്. അവസാനം റോ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് പെൻഡ വേഴ്സസ് സെത്ത് റോളൻസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. റോ എപ്പിസോഡിൽ ഇന്ന് കണ്ട ഒരു ബെസ്റ്റ് മാച്ച് ഇതാണ്. രണ്ടുപേരുടെയും പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. മാച്ചിൻ്റെ അവസാനത്തിൽ പെൻഡ ഒരവസരം കിട്ടിയ സമയത്ത് പെൻഡ ഡ്രൈവർ ചെയ്തുകൊണ്ട് സെത്തിനെ പിൻ ചെയ്തു എങ്കിലും സെത്ത് കിക്ക് ഔട്ട് ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരവസരം കിട്ടിയപ്പോൾ പെൻഡ മെക്സിക്കൻ ഡിസ്ട്രോയർ ചെയ്തതിന് ശേഷം സെത്തിനെ പിൻ ചെയ്തപ്പോൾ സെത്ത് റോപ്പിൽ കൈവച്ച് എസ്കേപ്പായി. അങ്ങനെ ഈ മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി മുന്നോട്ട് പോകുന്ന സമയത്ത് സെത്ത് റെഫറി കാണാതെ പെൻഡയെ ഒരു ലോ ബ്ലോ ചെയ്യുന്നതായിട്ടും ശേഷം അങ്ങനെ തന്നെ ക്രോസ് സ്റ്റംപ് ഫിനിഷർ യൂസ് ചെയ്ത് ഈ മാച്ചിൽ സെത്താണ് വിൻ ചെയ്തത്. പിന്നീട് ബ്രോൺസൺ റീഡ് ബ്രോൺ ബ്രേക്കർ ഇവരെ റിങ്ങിലേക്ക് വിളിച്ചു വരുത്തി സെത്ത് പെൻഡയെ അറ്റാക്ക് ചെയ്യാനായിട്ടെല്ലാം ആവശ്യപ്പെട്ടു. എന്നാൽ ആ സമയം LA നൈറ്റ് അവിടെ വന്നുകൊണ്ട് റിങ്ങിൽ കയറി അങ്ങനെ തന്നെ സെത്ത് റോളൻസിന് BFT കൊടുത്ത് ഫാൻസിൻ്റെ ഇടയിൽ കൂടെ എസ്കേപ്പായി പോകുന്നിടത്ത് റോ എപ്പിസോഡ് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡ് ഞാൻ പറഞ്ഞതുപോലെ നല്ല ഷോയാണ്. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് അതുപോലെ തന്നെ എവല്യൂഷനിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിക്കി ബെല്ല എവല്യൂഷനിൽ ബാറ്റൽ റോയൽ മാച്ചിലാണ് വരാൻ പോകുന്നത്. അവർക്ക് ലീവ് മോർഗനുമായിട്ടായിരുന്നു മാച്ച്. പക്ഷേ ലീവ് മോർഗന് ഇഞ്ചുറി സംഭവിച്ചതുകൊണ്ട് ബാറ്റൽ റോയൽ മാച്ചിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.